എന്താണ് EIA, അതായത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്? ഇറ്റ്സ് മീ നജീബ് സാനു ഫ്രം ജെറ്റ് വ്ളോഗ്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗൈസ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ലെവലിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തുടച്ചാൽ പുതുതായിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം തന്നെ EIA, അതായത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ മിക്ക ചാനലുകളും അതായത് ഇന്ന് ഇന്ത്യ നേരിടുന്ന കൊറോണയെക്കാളും ഭാവിയിൽ നമുക്ക് തന്നെ നമ്മുടെ ഈ കൊറോണയെക്കാളും കൂടുതൽ നമ്മൾക്ക് എഫക്റ്റീവ് ആകുന്ന ഒരു നിയമമാണ് EIA 2020 ഡ്രാഫ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുമായി അല്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമായി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് EIA, ഇതിനെക്കുറിച്ചുള്ള ഡെഫിനേഷൻ, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാം. എന്താണ് EIA, അതായത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് വന്നത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതിക്ക് വേണ്ടി വന്നൊരു നിയമമുണ്ട്, EPA, അതായത് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്റ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതിൻ്റെ കീഴിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കണ്ണിയായിട്ട് വരുന്നൊരു പ്രോസസ്സാണ് ഇത് EIA എന്നുള്ളത്. ഇപ്പോൾ ഈ EPA, അതായത് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്റ്റ് ആക്ട് വരുന്നത് നമ്മുടെ 1984 നമ്മുടെ ഭോപ്പാലിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഭോപ്പാൽ ദുരന്തം. ആ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം, അതായത് 1986 ഈ നിയമം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇത് പ്രകാരം നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ മരട് ഫ്ലാറ്റ് എല്ലാവർക്കും പത്രത്തിലൂടെ അറിഞ്ഞതാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് മരട് ഫ്ലാറ്റ്. അതൊക്കെ ഈ EPA, അതായത് എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്റ്റ് ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഘടനയായിട്ട് വരുന്ന സാധനമാണ് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതായത് EPA. ഈ EPA വരുന്നത് 1994 94 വരുമ്പോൾ നമ്മുടെ ആ കാലത്ത് പരിസ്ഥിതിക്ക് കുറച്ച് മുൻതൂക്കം നൽകിയാണ്ടാണ് അന്ന് ആ ആക്ട് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് കൂടുതൽ പരിസ്ഥിതിക്ക്, അതായത് ദോഷമില്ലാത്ത അല്പം ചില ഫാക്ടറികൾക്ക് മാത്രമേ അന്ന് അനുമതി കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മുടെ ഫാക്ടറി ഓണേഴ്സ്, അങ്ങനെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തു. അവർക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് കഴിഞ്ഞ ശേഷം 12 വർഷത്തിന് ശേഷം, അതായത് 2006 അത് പുതുക്കി, നമ്മുടെ EIA പുതുക്കി വന്നു. കാരണം EIAൻ്റെ പുതിയൊരു പോളിസി വന്നു. അപ്പോൾ അത് പ്രകാരം നമ്മുടെ EIA പ്രവർത്തിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ സാമ്പത്തികത്തിനും ഒരു ബാലൻസിങ് ആയിട്ടാണ്. കാരണം നമ്മുടെ ഈ ഫാക്ടറി വരുന്നത് നമ്മുടെ നാടിനാവട്ടെ രാജ്യത്തിനാവട്ടെ നമ്മുടെ ഒരു സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റമാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിന് ഇപ്പോൾ പരിസ്ഥിതിക്ക് മോശമാകുന്നതാണെങ്കിൽ അത് സമ്മതിക്കാൻ പാടില്ല, ഗവൺമെൻറ് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇത് 2006 ശേഷമുള്ള പോളിസി അനുസരിച്ച് നമ്മുടെ ഈ 2000 വരുന്ന എല്ലാ ഫാക്ടറികൾക്കും ബാലൻസിങ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു ഫാക്ടറിയെ കൊണ്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും. ദോഷങ്ങളെക്കാട്ടും നല്ലത് കൂടുതൽ ഗുണമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് അനുമതി കൊടുക്കും. അതാണ് ഈ എൻവിറോൺമെൻറ്റൽ അസസ്മെൻറ്റ് 2006 ശേഷമുള്ളതാണ്. അങ്ങനെ വന്ന പോളിസി, അത് 2006 പോളിസി മുതലാണ്. 2006 പോളിസിക്ക് അനുസരിച്ചാണ് ഇപ്പോൾ EIA പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 2020 അതാണ് ഇപ്പോൾ എല്ലാവരും 2020 പുറത്തെടുത്ത ഡ്രാഫ്റ്റ്, അതായത് കരട് രേഖയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ 2006 ഉണ്ടായിരുന്ന പോളിസിനെക്കാട്ടിലും കുറച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇവർക്ക് മുൻതൂക്കം കൊടുക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതിയെ
ഇത് പരിസ്ഥിതിയേക്കാൾ ഇത് 2006 ഉണ്ടായിരുന്ന ബാലൻസിങ് ആയിരുന്നു. ഇപ്പോൾ രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ 2020 ഡ്രാഫ്റ്റ് പ്രകാരം നമ്മുടെ ഈ 2006 അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്കൊരു മുൻതൂക്കം കൊടുത്തിട്ടാണ് ഇപ്പോൾ പുതിയ ഡ്രാഫ്റ്റ് പുറത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ മാക്സിമം നമുക്ക് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ ഇത് 2020 പ്രകാരം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത്, നമുക്ക് ഈ ഫാക്ടറികൾ തുടങ്ങുകയാണെങ്കിൽ ഓരോ 6 മാസം, അതായത് ഒരു കൊല്ലത്തിൽ 2 തവണ ഈ IA ഇവർക്ക് ഈ ഫാക്ടറികൾ റിപ്പോർട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ നമ്മുടെ നിങ്ങൾ പറയുന്ന ഓരോ നിയമത്തിനനുസരിച്ചാണ് നമ്മുടെ ഫാക്ടറികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പോൾ 2020 നിയമപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യമുള്ളത് ഒരു പ്രാവശ്യമാക്കി. അപ്പോൾ ഇവിടെ നമ്മുടെ നിരീക്ഷണം, നമ്മുടെ ഈ IA പ്രവർത്തനം ഒരുപാട് അടിയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ IA പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ അപ്പോൾ നമ്മുടെ IA സർട്ടിഫിക്കറ്റ് കിട്ടണം. അതായത് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നമുക്ക് ഇത് തുടങ്ങാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഡ്രാഫ്റ്റ് പ്രകാരം നമ്മുടെ ഈ IA, അതായത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ കീഴിൽ നമുക്ക് ഫാക്ടറി തുടങ്ങിയിട്ട് 2 വർഷത്തിനുള്ളിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി. അതായത് അവരുടെ അനുമതി 2 വർഷത്തിനുള്ളിൽ വാങ്ങിയാൽ മതി. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തുടങ്ങിയിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാം എന്നുള്ളതാണ് പുതിയ ഡ്രാഫ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഫാക്ടറി ഉടമകൾക്ക് ഒരുപാട് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാണ്ട് സിമ്പതി പിടിച്ചു പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് അവരുടെ ഒരു സർട്ടിഫിക്കറ്റിൽ ഫാക്ടറി മുന്നോട്ട് പോകും. അവർക്ക് അതിനെ നിർത്തിവെക്കാൻ പറ്റൂല. അതാണ് ഈ ഇതിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മുടെ ഗവൺമെൻറ് ഒരു 20,000 സ്ക്വയർ മീറ്റർ അടിയിൽ ചുറ്റളവിന് ഉള്ളിലുള്ള ചെറിയ ഫാക്ടറികൾക്ക്, അതായത് അവർക്ക് ഒരു ചെറിയ ഫാക്ടറികൾ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ആ ഫാക്ടറികൾക്ക് ആഘാതമായ പഠനങ്ങൾ, ചെറിയ രീതിയിലുള്ള പഠനങ്ങൾ നൽകി അവർക്ക് വേഗം അവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. അവർക്ക് ഒരുപാട് ലോങ് സ്റ്റഡി ഒന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ 2020 ഡ്രാഫ്റ്റ് പ്രകാരം ഇപ്പോൾ 20,000 എന്നുള്ളത് കുറച്ച് ചെറിയ കമ്പനികൾ എന്ന് വെച്ചാൽ അളവ് വെച്ചത് 20,000 സ്ക്വയർ മീറ്റർ ആയിരുന്നു. ഇപ്പോഴുള്ള ഡ്രാഫ്റ്റ് പ്രകാരം ചെറിയ കമ്പനികളെന്ന് ഉദ്ദേശിച്ചത്, ചെറിയ ഫാക്ടറികളെന്ന് ഉദ്ദേശിച്ചത് 1,50,000 ആണ് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫാക്ടറികൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇവിടെ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായി ചർച്ച ചെയ്യാനിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഇതെല്ലാവരും നെവർ മൈൻഡ് ചെയ്യരുത്. കാരണം നെവർ മൈൻഡ് ചെയ്ത ഇപ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ഫാക്ടറി എന്നാൽ നമുക്ക് എന്താണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാക്ടറി വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്യാസ് ഫാക്ടറി അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി ആവട്ടെ, നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ കുടിവെള്ളത്തിന് അത് പ്രശ്നമായി. നമ്മൾ ദിവസം കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളം, അല്ലെങ്കിൽ അതല്ലാതെ നമുക്ക് വാട്ടറിനായി നമ്മൾ യൂസ് ചെയ്യുന്ന പുഴകളിലൂടെ മലിനജലം ഒഴുക്കി വിട്ട് അത് ആ ഫാക്ടറിക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷന് ഈ ഡ്രാഫ്റ്റ് പ്രകാരം നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് നമ്മൾ പരാതി കൊടുത്താൽ അവർ പരാതി സ്വീകരിക്കത്തില്ല. അപ്പോൾ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇപ്പോൾ തന്നെ നമ്മൾ പ്രതികരിക്കാനുള്ള ഓപ്ഷനുകൾ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ പാസ്സാക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകളാവട്ടെ, വലിയ ഉന്നതമായ ഇപ്പോൾ നടന്മാരാണെങ്കിലും എല്ലാ യൂട്യൂബേഴ്സും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അധികം യൂട്യൂബേഴ്സും ഇതിനെക്കുറിച്ച് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗായ്സ്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വേണമെങ്കിൽ ഒരു സാധാരണ ഞാൻ ടെക് വീഡിയോ ഒക്കെ പറയുന്നത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പ്രതികരിക്കാം എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും പ്രതികരിക്കണം. നാളെ നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലത്താണ്, ഇപ്പോൾ നമ്മുടെ വീടിനടുത്താണ് ഫാക്ടറി വരുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. വന്നാൽ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ അജീബ് സാനോ സൈനിങ് ഔട്ട്.